എന്താ മോളെ വല്ലാണ്ട് തടിച്ചിരിക്കുകയാണല്ലോ. വീട്ടിലത്തെ ഭക്ഷണമൊക്കെ മോൾ തന്നെയാണോ കഴിക്കുന്നത്? ആ പിള്ളേർക്കും കൂടി എന്തെങ്കിലും കൊടുക്ക്, അവർ വല്ലാണ്ട് മെലിഞ്ഞിരിക്കുകയാണല്ലോ. പിന്നെ ദേഹം അനങ്ങിയിട്ട് വല്ല പണിയെടുക്കുകയോ ജിമ്മിൽ പോവുകയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യട്ടെ. പിന്നെ ഇത് മാത്രം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആദ്യം ഭക്ഷണമൊക്കെ ഒന്ന് കുറക്കിയിട്ട് എന്നാലും ഏട്ടാ തടി കുറയുള്ളൂ. ദേഹം ഒന്ന് നിർത്തിക്കത്തള്ളേ. അല്ല പിന്നെ കുറേ നാളായി ക്ഷമിക്കണം. ഞാൻ തടിച്ചിരുന്നതിനായി കുറ്റം. നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ തടിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ മെലിഞ്ഞിരുന്നതിന് കുറ്റം, വീട്ടിലൊന്നും തിന്നാൻ തരുന്നില്ല, അങ്ങനെയൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇപ്പം തടിച്ചിരുന്നപ്പോൾ വീട്ടിലത്തെ എല്ലാ ഭക്ഷണം നീ തന്നെയാണോ തിന്നണതെന്നായി ചോദ്യം. നിങ്ങൾക്ക് എന്നും ഉണ്ടാവുക എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓരോരോ കുറ്റങ്ങൾ. അല്ലെങ്കിൽ കറുത്ത് പോയി വെളുത്ത് പോയി, എന്താ കറുത്തിരുന്നപ്പോൾ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും കുറേ എണ്ണത്തിൻ്റെ ബോഡി ഷേമിങ്. തടിച്ചിരിക്കണവർക്ക് പല പല റീസൺസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡെലിവറി വന്ന തടിയായിരിക്കാം. അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ടാവും. ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം, അങ്ങനെ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ പറയണ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് എല്ലാവരുടെ മുമ്പിലും ജസ്റ്റ് ഒന്ന് നാണം കെടുത്തിയിട്ട് നിങ്ങൾ പോവുക, അത്രയേ ഉള്ളൂ. പക്ഷെ അത് കേൾക്കണം നമുക്ക് അങ്ങനെയല്ല. അത് കേട്ട് കഴിഞ്ഞാലോ അന്നത്തെ ദിവസം പിറ്റേ ദിവസം ഒക്കെ ഞങ്ങൾക്ക് വിഷമം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബോഡി ഷേമിങ് ചെയ്യണ ആൾക്കാർ നിങ്ങളുടെ ഇടയിലും ഉണ്ടാവില്ലേ, അവർക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ആക്കി കൊടുത്തോട്ടെ. നമുക്ക് പറയാൻ പറ്റണില്ല എന്ന് വെച്ചിട്ട് അവർ നമ്മുടെ തലയിൽ കയറി നിരങ്ങുകയാണ്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അവർക്കൊരു ബോധം ഉണ്ടായിക്കോട്ടെ കേട്ടോ.